ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കരുത്, ജാമ്യം പോലും അനുവദിക്കരുത്, കുറച്ച് ദിവസം അവൾ ജയിലിൽ കിടക്കണമെന്നുള്ള കാര്യം നാഗേന്ദ്രൻ ഡേവിഡിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. ഈ സമയത്ത് അവിടെ നടക്കുന്ന കുബുദ്ധികളും കാര്യങ്ങളും എല്ലാം നമ്മുടെ മാളവിക കൃത്യ സമയത്ത് ആദർശിന് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ഈ ഒരു നേരം നമ്മുടെ നവീനാണ് നയനയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവീനും നയനയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നയനയെ അവർ അവിടെ സെല്ലിൽ കിടത്തി. നന്ദു ആണെങ്കിൽ ചേച്ചിക്ക് കാവലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നയനയ്ക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. പക്ഷെ നന്ദു ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ചേച്ചി ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കുക. പക്ഷേ എനിക്ക് വേണ്ട മോളെ എന്നും പറഞ്ഞ് നയന ഇങ്ങനെ പറയാം. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തെ പറ്റിയും ഒക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്തൊരു അവസ്ഥ. പക്ഷേ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് നയന ഇരിക്കുന്നത്. അങ്ങനെ നയനയാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് ഇവർ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും നയനയുടെ കാര്യങ്ങൾ ഇങ്ങനെ അറിയാത്തത് കൊണ്ടുള്ള ഒരു ടെൻഷനാണ് ദേവയാനിക്കൊക്കെ. മിനിറ്റിന് ഇങ്ങനെ ആദർശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശനാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ വിളിക്കാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. മുത്തശ്ശനാണെങ്കിൽ അവിടെ ഇരുന്ന് ഉരുകി തീരുകയാണെന്ന് വേറെ ആരും അറിയുന്നില്ല. ദേവയാനിയൊക്കെ ചെന്ന് സങ്കടം പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ തൻ്റെ ഭാഗത്ത് ഇപ്പോഴും യാതൊരു വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഉള്ളു പെടയുന്ന വേദനയോടെയാണ് അദ്ദേഹം ഇതൊക്കെ ഇവരുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്നത്. അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞു. നയനയെ സെല്ലിൽ കിടത്തി. അവന്മാരുടെ അത്രയും ഒരാഗ്രഹം അങ്ങ് സാധിച്ചു കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡേവിഡ് അയാളുടെ വക്കീലിനെ, അതായത് പ്രോസിക്യൂഷനെ ചെന്ന് കാണുവാണ്. അയാളെ ചെന്ന് കണ്ടിട്ട് അയാൾ ഈ കേസ് ഏറ്റെടുത്തതിൽ അയാൾക്ക് കുറേ കാശും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. ഒരു കാരണവശാലും നയനയ്ക്ക് ജാമ്യം കിട്ടരുതെന്നും കുറച്ച് ദിവസമെങ്കിലും അവളെ ജയിലിൽ കിടത്തണമെന്നുള്ള കാര്യവും ഡേവിഡ് വക്കീലിനോട് പറയുവാണ്. അപ്പോൾ തെളിവുകളെല്ലാം നയനയ്ക്കെതിരാണെന്നും നയനയെ ഈ ഒരു കള്ളക്കടത്ത് സ്വർണ്ണ റാക്കറ്റിലെ കണ്ണിയാണെന്നും വരുത്തി തീർക്കണമെന്നും അതുപോലെ തന്നെ അത് ഈ ഒരു സമയത്ത് നമ്മുടെ AN ജ്വല്ലറിക്ക് ഗുണം ചെയ്യുമെന്നും കുറച്ചുകൂടി താഴേക്ക് മൂർത്തി ജ്വല്ലറിയെ കൊണ്ടുവരാൻ ഗുണപ്പെടുമെന്ന കാര്യമൊക്കെ ഇയാളിങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം നാഗേന്ദ്രൻ പറഞ്ഞ് ഏർപ്പാടാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതേ ഇന്നിപ്പോൾ കോടതി വിളിക്കാം, നയനെ കോടതിയിലേക്ക് ഹാജരാക്കാനായിട്ട് CI നന്ദുവിനോട് പറയുവാണ്. അപ്പോൾ ഇതേ അവളെ സെല്ലിൽ നിന്ന് ഇറക്ക്, കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുവരണം തുടങ്ങിയ രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരു കേസിന് കയ്യിൽ വിലങ്ങ് വയ്ക്കേണ്ട കാര്യമുണ്ടോ സാറെന്ന് നന്ദു ചോദിക്കുമ്പം നന്ദനയോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയെന്നും ഈ നിൽക്കുന്ന പ്രതി അത് ചേച്ചിയാണോ അമ്മയാണോ അനിയത്തിയാണോ എന്ന് നോക്കിയിട്ടല്ല, കുറ്റം ചെയ്തയാൾ പ്രതിയാണ്, ആ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു മര്യാദയും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നും അത് അതുപോലെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇറക്കുക ഈ CI. അപ്പോഴേക്കും നമ്മുടെ നന്ദു അയാളോട് 4 ഡയലോഗ് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഡ്രൈവറും കൂടെ ഉണ്ടല്ലോ, രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വിലങ്ങ് വയ്ക്കാനൊക്കെയാണ് CI പറയുന്നത്. പക്ഷെ നമ്മുടെ നന്ദു അത് ചെയ്യില്ല. പുറത്താണെങ്കിൽ ആദർശും അതുപോലെ അനി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നയനെ കൊണ്ടുവരുന്നത് നോക്കി. ആദർശിന് ഇയാളകത്തുള്ളത് കൊണ്ട് അകത്തേക്ക് കയറി ചെന്നൊരു പരിധിയിൽ കൂടുതൽ ഇതിനകത്ത് ഇടപെടാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നന്ദു അമ്പിനും വില്ലിനും CIയുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലൊരു കേസിൽ ഇപ്പോഴും പ്രതിയാണ് കുറ്റം ചെയ്തതെന്ന് പൂർണ്ണമായും തെളിവുകൾ വന്നിട്ടില്ലെന്നും അതുപോലെ ഇത് സംശയാസ്പദമായി പിടിച്ചുകൊണ്ട് വന്നൊരു കാര്യമാണെന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ പറയും. അത് നന്ദനയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദുവിനോട് ദേഷ്യപ്പെടുവാണ്. അപ്പോൾ സാർ, നിയമപരമല്ലാത്ത ഒരു കാര്യത്തിനും അല്ലെങ്കിൽ ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ നിൽക്കില്ല എന്ന് നന്ദു പറഞ്ഞു. അതിപ്പോൾ എൻ്റെ ചേച്ചി ആയതുകൊണ്ടല്ല, ഇദ്ദേഹം ഏത് രീതിയിലാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കിതുവരെ പറഞ്ഞ് ഇതാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാറ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് നന്ദു പറയാം. അപ്പോൾ നയന പറഞ്ഞു, നീ അതൊന്നും കേൾക്കണ്ട, ഇയാൾക്കിനി സാറിന് എൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വിലങ്ങ് വെച്ചോളാൻ നയന പറയാം. ചേച്ചി എന്നും പറഞ്ഞ് നന്ദു വിളിക്കുമ്പോൾ നീ വിലങ്ങ് വയ്ക്കുകയാണെങ്കിൽ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ വലിയ ഷോ കാണിക്കുകയാണ് നയനയുടെയും അതുപോലെ നന്ദുവിൻ്റെയൊക്കെ മുന്നിൽ, ഇയാളുടെ ഒരു പുച്ഛിച്ച ചിരിയൊക്കെ. അപ്പോൾ സാറ് വളരെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് നയന പറയാം. എന്തായാലും സാറിൻ്റെ കഷ്ടപ്പാടുകൾക്കൊന്നും ഫലം കാണാതെ പോകില്ല കേട്ടോ ഒന്നും നന്ദുവിൻ്റെ മുന്നിൽ വെച്ചിട്ട് നയന ഇയാളോട് ഇങ്ങനെ പറയുമ്പം നന്ദു ഇയാളെ ഒന്ന് നോക്കി, നീ കൂടുതൽ സംസാരിക്കാതെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ നയനയും കൊണ്ട് ഇവർ പോകും. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശമൊക്കെ അവിടെ കോടതിയുടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഡേവിഡ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഈ പ്രോസിക്യൂഷൻ വക്കീലിന് പറഞ്ഞു കൊടുത്തിട്ട് അവൻ നേരെ പോകുന്നത് ഈ നാഗേന്ദ്രനെ കാണാൻ. അപ്പോൾ നാഗേന്ദ്രനെ ചെന്ന് കണ്ടപ്പോൾ അവിടെ മകളും ഉണ്ട്. അപ്പോൾ ഇന്നാണ് കോടതി വിളിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞിങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ സംസാരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും നയനയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുവാണ് ഈ ഡേവിഡ് നാഗേന്ദ്രനോട്. അപ്പോൾ നമുക്ക് തന്ന അടിക്ക് തിരിച്ചടി അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കൊടുക്കുമ്പോഴല്ലേ അതിനൊരു ഗമയും ഒരു വെയിറ്റൊക്കെ ഉള്ളൂ എന്നും നമ്മൾ ചില്ലറക്കാരല്ല എന്ന് ഈ പറയുന്ന മൂർത്തി ജ്വല്ലറിയിലെ അനന്തമൂർത്തിയും അതുപോലെ ഈ അവളുടെ ഭർത്താവായ
ആദർശം മനസ്സിലാക്കുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിയാണെന്ന് ഇങ്ങനെ പറയുന്നു. പക്ഷേ അവളുടെ ഭാഗത്ത് മിക്കവാറും നവീനായിരിക്കും. നവീൻ അവളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് എന്നിങ്ങനെ അവന്തിക അച്ഛനോട് പറയാം. അപ്പോൾ ഒരു കാരണവശാലും അവൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കാരണം തെളിവുകളെല്ലാം നയനയ്ക്കെതിരാണെന്നും നയനയാണ് ആ കള്ളക്കടത്ത് സ്വർണവുമായി പിടിക്കപ്പെട്ട ആളും അതുപോലെ അവളുടെ ഭാഗത്ത് നിന്ന് അവൾക്ക് തെളിയിക്കാനായിട്ട് ഒരു തെളിവ് പോലും ഉണ്ടായിട്ടില്ല എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവൾ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വയറ്റിലൊരു കൊച്ചിനെ ഇട്ടുകൊണ്ട് അവൾ കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. അപ്പോൾ അതേ അഭിയേട്ടനെ ജയിലിൽ കിടത്തിയതിനെ പറ്റിയും അന്ന് നവ്യ എത്ര ഇതാന്ന് പറഞ്ഞാലും അഭിയേട്ടന് വേണ്ടി കിടന്ന് ഓടിയത് ഇവളുടെയൊക്കെ മുന്നിൽ കിടന്ന് യാചിച്ചതാണ്. പക്ഷെ അന്ന് ഇവളൊന്നും ഇതൊന്നും കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയാം. അപ്പം അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഭയങ്കര അട്ടഹാസവും ചിരിയും എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ സമ്പാദിച്ച ഒരു അഹങ്കാരത്തോടു കൂടിയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്തായാലും നമുക്ക് കോടതിയിൽ കാണാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നയനയെ കോടതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആദർശൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം നന്ദു ഉണ്ട് കൂടെ. ഇവരെല്ലാവരും CI നന്ദു ഇവരെല്ലാവരും ഇങ്ങനെ നയനയും അതുപോലെ ഡ്രൈവറെയും കൂട്ടിക്കൊണ്ട് വരിക. അപ്പോഴത്തേക്കും ആദർശിനെ കണ്ടപ്പോഴത്തേക്ക് ആദർശേട്ടാന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നവീനുണ്ട്, ഇന്ന് ഉറപ്പായും ജാമ്യം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ നയന പറഞ്ഞു എനിക്കതിൽ പേടിയൊന്നുമില്ല ആദർശേട്ടാ, ഇതിൻ്റെ പേരിൽ ഇനി കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്കതിൽ യാതൊരു സങ്കടവും ഇല്ല. ആദർശേട്ടനൊരു പോറൽ പോലും പറ്റിയില്ലല്ലോ, എനിക്ക് അത്രയും സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്നെപ്പറ്റി ആലോചിച്ച് ആദർശേട്ടൻ വെറുതെ വിഷമിക്കരുത്, ആദർശേട്ടൻ്റെ മുന്നിലെ ലക്ഷ്യം ആദർശേട്ടൻ മറന്നു പോകരുതെന്നും പറഞ്ഞു. ഇനി ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ പോലും ആദർശേട്ടൻ ഇതിനകത്ത് കളിച്ചവരെ പുറത്തു കൊണ്ടുവന്നിരിക്കണമെന്നും നയന ആദർശനോട് ആ കോടതി മുറ്റത്ത് വെച്ച് പറയാം. അതിന് സംശയമുണ്ടോ നയനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശ നേരം നയനയ്ക്കും വാക്ക് കൊടുക്കുന്നു. അപ്പോൾ നീ അങ്ങനെയൊന്നും കരുതണ്ട, നിനക്ക് ജാമ്യം കിട്ടുമെന്ന് ആദർശ് തർപ്പിച്ച് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ വേണ്ടപ്പെട്ടവരൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും മതി എന്തായതെന്നും ചോദിച്ചുകൊണ്ട് CI വലിയ ഷോ കാണിക്കുക വീണ്ടും. അപ്പോൾ നമ്മുടെ നവീനും അങ്ങോട്ടേക്ക് വന്നു. നവീൻ വന്നിട്ട് പറഞ്ഞു നയന ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പവർഫുള്ളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നവീൻ ഇങ്ങനെ നിൽക്കുക. അപ്പം നന്ദു ആണെങ്കിൽ നവീനോട് ചോദിച്ചു നവീനേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ടിരുന്നു, ഇന്നും നയന ഈ കോടതിയിൽ നിന്നും നിങ്ങളോടൊപ്പം വീട്ടിലേക്ക് പോന്നിരിക്കും എന്ന കാര്യം തറപ്പിച്ചു പറയുവാണ്. അങ്ങനെ ആ കാര്യം നമ്മുടെ നവീൻ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പറയുക. അതിനുശേഷം നമ്മുടെ CI സാറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു സാർ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഈ ഒരു കേസിന് വേണ്ടിയിട്ട്, എന്തായാലും സാർ തൊപ്പി ഒരുക്കി വെച്ചോളാനായിട്ട് നേരം പറയുക. ഇനിയിപ്പം ഇവിടെ അധിക സമയം സാറിന് തികച്ചിരിക്കേണ്ടതായിട്ട് വരത്തില്ല കാരണം സാർ കളിച്ചത് ആരോടാണെന്ന് സാറിന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നവീൻ പറഞ്ഞു. ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളല്ലെന്നും അങ്ങനെ തുമ്മിയെ തെറിക്കുന്ന ആ ഒരു ഇതാണെങ്കിൽ അതങ്ങ് പോട്ടേന്ന് വെക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇയാളും വലിയ ഷോ കാണിക്കുന്നു ഈ CI നമ്മുടെ നവീൻ്റെ മുന്നിൽ. സാറിൻ്റെ ഈ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ കേസ് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഉണ്ടാകണം കേട്ടോ എന്ന് പറഞ്ഞ് നവീൻ ഇങ്ങനെ പറയുക. അങ്ങനത്തെ നവീനും CI ആയിട്ട് 1-2 വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം കോടതിയിലേക്ക് നയനയെ കൊണ്ടുപോകണം. അങ്ങനെ നയന കയറിപ്പോയി. അതിനുശേഷം കോടതി വന്നു. കോടതി വിചാരണയും കാര്യങ്ങളെല്ലാം തുടങ്ങി. അപ്പോഴത്തേക്ക് പ്രോസിക്യൂഷൻ വക്കീൽ അതായത് ഡേവിഡിൻ്റെ ആള് നയനയാണ് ഈ കുറ്റം ചെയ്തതെന്നും നയന ഭയങ്കരമായിട്ടൊരു കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ റാക്കറ്റിലെ കണ്ണിയാണെന്നും ആ രീതിയിലാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ സ്വർണ്ണങ്ങൾ വിറ്റുകൊണ്ടിരുന്നതെന്നും ഇതിനു മുൻപ് മൂർത്തീസ് ജ്വല്ലറിയിലെ കള്ളക്കടത്ത് സ്വർണം വിറ്റതിൻ്റെ പേരിൽ ഇവരുടെ അനിയനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നും അങ്ങനെ മൂർത്തീസ് ജ്വല്ലറി കള്ളക്കടത്ത് സ്വർണം കൊണ്ട് പോകുന്നൊരു ബ്രാൻഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെ ഭയങ്കര ഇതായിട്ടിട്ട് അപമാനിക്കുകയാണ്. നയനയ്ക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അകത്തിരിക്കുന്ന ആദർശിനും നന്ദുവിനും എല്ലാവർക്കും ഭയങ്കര കലിയായിട്ട് അവരങ്ങനെ ഇരിക്കുക. ഇയാളാണെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയെയും മൂർത്തി മുത്തശ്ശിനെയും നയനയെയും ആദർശിനെയും എല്ലാം എടുത്തിട്ട് അലക്കാൻ കിട്ടിയൊരു അവസരമല്ലേ, എല്ലാം എടുത്തിട്ട് ഇയാൾ നന്നായി അലക്കി ഇങ്ങനെ വെച്ചിരിക്കുക. അങ്ങനെ നയനയെ റിമാൻഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വരെ ഇയാൾ അവിടെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇയാൾ അതൊക്കെ പറഞ്ഞ് ഇയാളുടേതായ ഭാഗങ്ങളെല്ലാം ഇയാൾ ബാധിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ നയനെ അവിടെ അങ്ങനെ നിൽക്കുക. ഇവനെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മുടെ നയനെ അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീനോട് ഒന്നും പറയാനില്ലേ എന്ന് ജഡ്ജി ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ നവീൻ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഈ പ്രോസിക്യൂഷൻ വക്കീലിൻ്റെ തോല് ഒരൊറ്റ വലിച്ചു കീറലായിരുന്നു. അയാളുടെ മുഖം മൂടി അങ്ങ് വലിച്ചു കീറി അയാളെ അങ്ങ് സൈഡിലേക്ക് അങ്ങ് ഇരുത്തി. എന്നിട്ട് നയന ഇതിനകത്ത് നിരപരാധിയാണെന്നും സംഭവിച്ച ഓരോ കാര്യങ്ങൾ 1 by 1 ആയി തെളിവ് സഹിതം എങ്ങനെയാണ് സ്വർണം വന്നത്, എങ്ങനെയാണ് നയനയുടെ കാറിൽ ആ സ്വർണം എത്തിയത്, ആരാണ് കൊണ്ടുവന്ന് വെച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും
കൃത്യമായി ക്ലിയർ ആയിട്ട് നമ്മുടെ നവീൻ അങ്ങ് തെളിവ് സഹിതം അങ്ങ് നിരത്തി അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡേവിഡിൻ്റെ മുകളിലിരിക്കുന്ന നാഗേന്ദ്രനല്ല, അയാളുടെ മകളല്ല, ആര് വന്നാലും നയനയുടെ ഒരു രോമത്തിൽ തൊടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മുടെ പ്രോസിക്യൂഷൻ വക്കീലിന് മനസ്സിലായി. തോറ്റ് തുന്നം പാടി എല്ലാത്തിനെയും, അതായത് ആ CI എന്ന് പറയുന്ന ആളെ അവിടെയിട്ട് കുടഞ്ഞു വാരി പെറുക്കിങ് എടുത്തില്ലേ നമ്മുടെ നവീന. ഇത്രയും നേരം ആള് കളിച്ചതിനുള്ളതെല്ലാം കൂടെ ചേർത്ത് കൂട്ടി നമ്മുടെ CI സാറിനും അങ്ങ് വയറ് നിറച്ചങ്ങ് കൊടുത്തു നമ്മുടെ നവീന്. ആ കോടതിയിൽ എന്താ പറഞ്ഞത്, ഇങ്ങനെ രോമാഞ്ചം ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ നവീൻ. നയന നിരപരാധിയാണെന്നുള്ള കേസ് തെളിയിച്ച് അങ്ങനെ പുഷ്പം പോലെ നമ്മുടെ നയനയെ ജാമ്യത്തിലാക്കി കൊണ്ടുവരും. അപ്പോൾ കോടതി ശരിക്കും ഈ പോലീസിന് ശാസനയും നൽകി. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടത് നയനയും ആദർശും നന്ദു എല്ലാവരും അന്തമിട്ടിങ്ങനെ നിൽക്കുക. നവീൻ ഈ സെക്കൻഡുകൾ കൊണ്ട് ഇത്രയും തെളിവുകളൊക്കെ എവിടുന്ന് ശേഖരിച്ച് കൊണ്ടുവന്നു, എങ്ങനെ ഇങ്ങനെ നയനയെ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിച്ചെടുത്തു എന്നുള്ളൊരു സംശയത്തിൽ എല്ലാവരും നിൽക്കുക. അപ്പോൾ നയനയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു, കോടതി പിരിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശ് ഓടി വന്ന് നയനയുടെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ നവീനും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നവീനോടും 1000 നന്ദികൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നവീനോട് കടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഭയങ്കര ഇതായിട്ട് സംസാരിച്ച് എന്നാ പറയുന്നത്, നവീനെ അങ്ങോട്ട് എടുത്ത് ഉള്ളം കയ്യിൽ വെക്കുകയാണ്. അങ്ങനെ നവീൻ ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എങ്കിലും ഇത്ര പെട്ടെന്ന് എങ്ങനെ നവീൻ ഇത്രയും പ്രോഗ്രസ് കാര്യങ്ങൾ ആക്കി എടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് സഹായിച്ച ആൾ ഞാനല്ല എന്നും പറഞ്ഞതേ നമ്മുടെ നവീൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇതിൽ നയന നിരപരാധിയാണെന്നും എന്താണ് ഈ കേസിൽ ശരിക്കും സംഭവിച്ചതെന്നുള്ളൊരു വിവരം എനിക്ക് കൃത്യമായ ഒരാൾ തന്നതിൻ്റെ പേരിലാണ് ഈ കേസ് ഇപ്പോൾ ജയിക്കാനും അതുപോലെ തന്നെ നയന ജാമ്യത്തിൽ ഇവിടെ വന്ന് നിൽക്കാനും ഉണ്ടായ സാഹചര്യമൊന്നും നവീൻ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരാ അത്, എന്താ, എങ്ങനെയാണെന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി ഇവർക്ക് ഉണ്ടാവുമല്ലോ. ഇവരിങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ നിൽക്കുക. ആരാ, എന്താ, എങ്ങനെ സഹായിച്ചത്, ഒന്ന് പറ പറഞ്ഞു തീർന്നില്ല. അതേ വന്ന് നമ്മുടെ ഒരു വണ്ടി അങ്ങ് നിർത്തി. ആ വണ്ടിയിൽ നിന്ന് നവ്യ ഇങ്ങനെ ഇറങ്ങുന്നു. നവ്യ ഇറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇവരൊക്കെ നടുങ്ങിപ്പോയി. നവ്യെടുത്തിയോ, നവ്യേച്ചിയോ, മൊത്തത്തിൽ ഇവർക്കാകെ കൺഫ്യൂഷൻ. അപ്പോൾ ദേ അനിയത്തെ രക്ഷിച്ച ആൾ ദാ വരുന്നു എന്ന് പറഞ്ഞ് നവീൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇവരെല്ലാവരും കണ്ണു ഞെട്ടിയിരിക്കുന്നു. അങ്ങനെ മാസ് എൻട്രി ആയിരുന്നു ദേ നവ്യ നമ്മുടെ നയനയുടെ രക്ഷകയായി കോടതി മുറ്റത്തേക്ക്. അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡും കഥകളും ഒക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരുന്നത്. ആരും മിസ് ചെയ്ത് കളയരുതിട്ടോ. മിസ് ചെയ്ത് കളഞ്ഞാൽ വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനിയും കൂടെ ഉണ്ടാകുമെന്നും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, ഹാപ്പി സൺഡേ.